പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇമാം അബൂ ഹനീഫ വിജ്ഞാനം നേടിയത് 200 പണ്ഡിതന്മാരിൽ നിന്നാണ്. അദ്ദേഹം ഹമ്മാദ് ബിനു അബി സുലൈമാൻ ശിഷ്യനായി പഠിച്ചത് എത്ര വർഷമാണെന്നോ? നീണ്ട 18 വർഷം. 4000 ഹദീസ് പണ്ഡിതന്മാരിൽ നിന്നാണ് ഇമാം അബൂ ഹനീഫ ഹദീസ് പഠിച്ചത്. അദ്ദേഹം 25 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആ യാത്രയിൽ ഹജ്ജിന് വേണ്ടി മാത്രമായിരുന്നില്ല, വിജ്ഞാന സമ്പാദനത്തിന് കൂടി ആയിരുന്നു. ഇമാം മാലിക് വിദ്യാഭ്യാസം ചെയ്തത് വളരെ കഷ്ടപ്പെട്ടാണ്. കടുത്ത ദാരിദ്ര്യമായിരുന്നു കാരണം. വിദ്യാഭ്യാസ ചെലവിന് വീടിൻ്റെ കഴുക്കോൽ പോലും വിൽക്കേണ്ടി വന്നു. 900-ൽ പരം ഗുരുനാഥന്മാരിൽ നിന്നാണ് ഇമാം മാലിക് വിജ്ഞാനം നേടിയത്. ഇമാം മാലിക്കിൽ നിന്ന് വിജ്ഞാനം പഠിക്കാൻ വേണ്ടി ഇബ്നുൽ ഖാസിം ചെയ്ത യാത്രകൾക്ക് ചിലവായ സംഖ്യ എത്രയാണെന്നോ? 1000 മിസ്കാൽ സ്വർണം. ആ കഥ വിവരിച്ചുകൊണ്ട് ഇബ്നുൽ ഖാസിം പറയുന്നു, മാലിക്കിൽ നിന്ന് വിദ്യാഭ്യാസം ചെയ്യാനായി ഞാൻ ഹിജാസിലേക്ക് 12 യാത്ര ചെയ്തു. ഓരോ യാത്രയിലും 1000 ദിനാർ വീതം ചിലവായി. അബ്ദുല്ലാഹി ഇബ്നു നാഫി പറയുന്നു, ഇമാം മാലിക്കിൻ്റെ ശിഷ്യനായി ഞാൻ 35 വർഷം പഠിച്ചു. വീട്ടിലായിരിക്കുമ്പോൾ ഇമാം മാലിക് കൂടുതൽ ചെയ്യുന്ന ജോലി എന്ത്? ഇമാം മാലിക്കിൻ്റെ സഹോദരിയോട് ഒരാൾ ചോദിച്ചു. ഖുർആൻ പാരായണവും മുസാഫ് എഴുത്തും. ഇമാം മാലിക് സ്വന്തം കൈകൊണ്ട് എഴുതി രേഖപ്പെടുത്തിയ ഹദീസ് ഒരു ലക്ഷ്യമായിരുന്നു. ഇമാം മാലിക് പറയുന്നു, ചിലപ്പോൾ ഒരു ഹദീസിനു വേണ്ടി ഞാൻ ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ടുണ്ട്, രാപ്പകൽ ഭേദമില്ലാതെ. ഇമാം അഹ്മദ് പറയുന്നു, എൻ്റെ കുട്ടിക്കാലത്ത് ഉമ്മ എൻ്റെ കാതു തുളച്ചു, അതിൽ 2 മുത്തിയിട്ടു. ഞാൻ വലുതായപ്പോൾ അവ ഊരി 30 ദിർഹമിനു വിറ്റു. ഇമാം അഹ്മദ് നിത്യവൃത്തിക്ക് 3 മാർഗമാണ് സ്വീകരിച്ചിരുന്നത്: കൂലിവേല, എഴുത്ത്, വിളവെടുപ്പ് കാലത്ത് കർഷകർ ഇട്ടേച്ചു പോകുന്ന വിളവുകളുടെ അവശിഷ്ടങ്ങൾ പെറുക്കിയെടുക്കൽ. ഇമാം അഹ്മദിൻ്റെ ഒരു സമകാലികൻ സങ്കടപ്പെടുന്നു. കുട്ടികളുടെ ശിക്ഷണത്തിൽ ഞാൻ ഒരുപാട് പണം ചെലവഴിച്ചു, എന്നിട്ടെന്തായി? ഫലമോ? ഒന്നുമില്ല. അഹ്മദിനെ കണ്ടു പഠിക്കണം. അനാഥപ്പയ്യൻ, എന്നിട്ടും എന്തൊരു ഗുരുത്വം, എന്തൊരു മര്യാദ, എത്ര നല്ല ചിട്ട. ഹദീസുകൾ എഴുതപ്പെടുന്ന ഏടുകൾ ചുമന്നുകൊണ്ടുള്ള ഇമാം അഹ്മദിൻ്റെ യാത്രകൾ കണ്ട് ഒരു സുഹൃത്ത് ചോദിച്ചു. ഒരിക്കൽ കൂഫയിലേക്ക്, പിന്നെ ബസറയിലേക്ക് എത്ര കാലമാണ് യാത്ര? മറ്റൊരാളുടെ ചോദ്യം, ഷെയ്ഖ്, അങ്ങ് ഒരുപാട് വിജ്ഞാനം നേടിയല്ലോ, മുസ്ലിങ്ങളുടെ ഇമാമായി തീരുകയും ചെയ്തു, ഇനിയും എന്തിനു കഷ്ടപ്പെടുന്നു? ഇമാം പ്രതിവദിച്ചു, ഖബറിലെത്തും വരെ വിജ്ഞാനം തേടിയുള്ള യാത്ര തുടരും. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ജീവിതം എത്ര ലളിതം. അണ്ടം വെച്ച വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അത് തുന്നിയിരുന്നതോ സ്വന്തം കൈകൊണ്ട്. താമസിച്ചിരുന്നത് കൊച്ചു മൺകുടിലിൽ. ഭക്ഷണം എണ്ണ പുരട്ടിയ റൊട്ടി, ഇറച്ചി മാസത്തിലൊരിക്കൽ മാത്രം. ഒരിക്കൽ വാങ്ങിയ ചെരുപ്പ് 17 വർഷം ഉപയോഗിച്ചു, കീറുമ്പോൾ തുന്നിയും കണ്ടം വെച്ചും. എന്നിട്ടും അദ്ദേഹം എത്ര സന്തോഷവാനായിരുന്നു. നിരവധി വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിച്ച ഇമാം ഇബ്നു അസീർ നടക്കാൻ വയ്യാത്ത വികലാംഗനായിരുന്നു. ഇമാം സർക്കസി 15 വാള്യങ്ങളുള്ള പ്രസിദ്ധമായ അൽ മബ്സൂത്ത് എഴുതിയത് ജയിലിൽ വെച്ച്. ഇബ്നുൽ ഖയ്യിം വാള്യങ്ങളുള്ള സാദുൽ മഈദ് എഴുതിയത് ഒരു യാത്രയിൽ. വിഖ്യാത അറബി സാഹിത്യകാരനും ഗ്രന്ഥകാരനുമായ അബുൽ അലായിൽ മറി അന്ധനായിരുന്നു. അന്ധനായ ത്വഹ ഹുസൈൻ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. മഹാപണ്ഡിതനും ഖുർആൻ വ്യാഖ്യാതാവും ചരിത്രകാരനുമായ ഇമാം ഇബ്നുൽ ജരീർ അത്തബരി 76 വർഷമാണ് ജീവിച്ചത്. വിലപ്പെട്ട അനവധി ഗ്രന്ഥങ്ങൾ രചിച്ചു. അദ്ദേഹം എഴുതിക്കൂട്ടിയ കടലാസുകൾ എത്രയെന്ന് ചരിത്രകാരന്മാർ പരിശോധിച്ചു. 76 വർഷത്തിലെ ഓരോ ദിവസവും 14 കടലാസുകൾ വീതം. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കഥ. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്തതിനാൽ സ്വന്തം കുപ്പായം വിൽക്കേണ്ടി വന്നു. ഹദീസിൽ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയുടെ കർത്താവ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മുഹമ്മദ് ബിൻ യൂസുഫ് പറയുന്നു, ഒരു ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കാനിടയായി. ഉറങ്ങാൻ കിടന്ന ശേഷം അദ്ദേഹം 18 പ്രാവശ്യം
എഴുന്നേൽക്കുകയുണ്ടായി. ഓരോ പ്രാവശ്യവും വിളക്ക് കത്തിക്കും. പേനയും കടലാസും എടുക്കും. ഓർമ്മ വന്നത് കടലാസിൽ കുറിച്ചിടും. ഹാഫിദ് ഇബ്നുൽ ഹജറുൽ അസ്ഖലാനി രചിച്ച ബുഖാരിയുടെ ഷറഹായ ഫത്ഹുൽ ബാരി 1301 പ്രകാശിതമായത്. 29 വർഷത്തെ അധ്വാനം അതിനു പിന്നിലുണ്ട്. സറഖ്സിയെ പൊട്ടക്കിണറിലാണ് തടവിലാക്കിയത്. ഹദീസിലെ 2 പ്രമുഖ ഗ്രന്ഥങ്ങളായ ജമിയത്തുൽ ഉലൂം അന്നിഹായയും എഴുതിയത് അവിടെ ഇരുന്നാണ്. ബഗ്ദാദിൽ നിന്ന് നാട് കടത്തിയ ഇബ്നുൽ ജൗസി ഖുർആൻ്റെ 7 പാരായണങ്ങളിലും പ്രഗത്ഭനായി. മാലിക് ഇബ്നു റൈബ് തൻ്റെ ഏറ്റവും മനോഹരമായ കവിത രചിച്ചത് മരണശൈലിയിലാണ്. ഇന്നും ആ കവിത ആലപിക്കപ്പെടുന്നുണ്ട്. അബൂ ദുവൈബിൽ ഹദ്വാലിയുടെ മക്കളെല്ലാം മരിച്ചൊടുങ്ങിയ ദുഃഖത്തിൽ എഴുതിയ വിലാപകാവ്യം അദ്ദേഹത്തിൻ്റെ നാമം അനശ്വരമാക്കി. അഹ്നാഫ് ഇബ്നു ഖൈസ് സഹനത്തിൽ കീർത്തി കേട്ടവനായിരുന്നു. അദ്ദേഹം കൂനൻ മുതുകനും വളഞ്ഞ കാലുള്ളവനുമായിരുന്നു. തീരെ ഭദ്രമല്ലാത്ത ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അൽ മസ്ഹ് തൻ്റെ കാലത്തെ പേരുകെട്ട മുഹദ്ദിസ് ആയിരുന്നു. അദ്ദേഹവും വിമുഗ്ധ ദാസനായിരുന്നു. കാഴ്ചക്കുറവനും ദരിദ്രനുമായിരുന്നു. കയറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കാറുണ്ടായിരുന്നത്. ഏറെ പ്രയാസത്തോടെയാണ് അദ്ദേഹം കഴിഞ്ഞത്. ലോകപ്രശസ്ത എഴുത്തുകാരനും കവികളുമെല്ലാം ത്യാഗത്തിലൂടെയാണ് വളർന്നത്. കഠിന ജ്വരത്തിലാണ് മുതന്നബി തൻ്റെ ഏറ്റവും നല്ല കവിതകൾ എഴുതിയത്. നൊമാൻ ഇബ്നു മുൻദിൻ നാബികയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ സമയത്താണ് നാബിക തൻ്റെ ചില ഏറ്റവും നല്ല കവിത എഴുതിയത്. അബൂ റൈഹാൻ അൽ ബറൂനി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും എഴുതുകയും വായിക്കുകയും പഠിക്കുകയും അതിനായി യാത്ര ചെയ്യുകയും ചെയ്തു. ഇമാം തബരി 7 വയസ്സിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയ അവർ 9-ാം വയസ്സിൽ ഹദീസ് ക്രോഡീകരിച്ച അത്ഭുത ബാലനായിരുന്നു. 83-ാം വയസ്സിൽ തുടക്കം കുറിച്ച വിശ്വപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം 7 വർഷത്തിനകം 90 വയസ്സ് പൂർത്തിയാവും മുമ്പ് പൂർത്തീകരിക്കപ്പെട്ടുവെന്നതാണ് ചരിത്രം. കുറഞ്ഞ കാലം കൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച ധാരാളം ഇമാമുകളുണ്ട്. ഇമാം ഷാഫിയുടെ രചനകൾ വിലയിരുത്തിയാൽ അതിൻ്റെ 10% പോലും രചിക്കാനാവാത്ത കാലം പോലും മഹാനവറുകൾ ജീവിച്ചിട്ടില്ല. 30-ലേറെ രോഗങ്ങൾക്കടിമയായിരുന്നു മഹാൻ. എന്നിട്ടും ദിനേന ഖുർആൻ ഓരോ ഖത്മും റമദാനിൽ 2 ഖത്മും വീതം തീർത്തിരുന്നു. ഇതിനു പുറമെ ദർസ്, ദിക്റുകൾ തുടങ്ങിയ ദിനചര്യകളൊന്നും കുറവും വരുത്തിയിരുന്നില്ല. ഇമാം നബവിക്ക് അപാരമായ ഓർമ്മശക്തി ഉണ്ടായിരുന്നു. 4.5 മാസം കൊണ്ട് അബൂ ഇസ്ഹാഖുർ റാസിയുടെ ബൃഹത്തായ അത്തൻബീഹ് ഇമാം മനഃപ്പാഠമാക്കിയത്. പതിവിൽ നടക്കുന്ന ക്ലാസ്സുകളും പഠനങ്ങളൊന്നും മുടങ്ങിയിട്ടില്ല തന്നെ. അതേ വർഷം തന്നെ അബൂ ഇസ്ഹാഖു ഷിറാസി റളിയല്ലാഹു അൻഹുയുടെ കനത്ത രചനയായ അൽ മുഹദ്ദിബിൻ്റെ 4-ൽ 1 ഭാഗവും മനഃപ്പാഠമാക്കി. ഇമാം നബവി 45 വർഷം ജീവിച്ചു. ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ ഏട്, അതായത് 16 പേജ് വീതമാണ് അദ്ദേഹം രചന നിർവഹിച്ചിട്ടുള്ളത്. രാപ്പകൽ ഇബാദത്തിലും ദർസിലും മുഴുകിയിരിക്കെയാണ് ഈ ഗ്രന്ഥരചന നടത്തിയത്.